ഹലോ ഗൈസ്, ഹംറി യാത്രയ്ക്ക് ശേഷം നമ്മളിനി പോകുന്നത് നാസിക്കിലേക്കാണ്. നമ്മളിപ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഞാൻ മാത്രമല്ല, കൂടെ അവരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് യാത്രയിൽ കാണാം. മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിലാണ് നമ്മുടെ യാത്ര. എല്ലാ ദിവസവും രാവിലെ 10:10 എറണാകുളത്തു നിന്നും യാത്ര ആരംഭിക്കുന്ന ട്രെയിൻ പിറ്റേന്ന് വൈകുന്നേരം 4:35 നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലാണ് ഹരിഹർ ഫോർട്ട് സന്ദർശിക്കാനുള്ള ഏറ്റവും പറ്റിയ സമയം. എന്നാൽ നമ്മൾ യാത്ര ചെയ്യുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ യാത്രയുടെ നിറം തന്നെ വ്യത്യസ്തമാണ്. പിറ്റേന്ന് വൈകുന്നേരം 6 മണിയോടെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് മഹാരാഷ്ട്രയിലെ നാസിക് റോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. മഹാരാഷ്ട്രയുടെ താലിമീൽസും കഴിച്ച് ഞങ്ങൾ ത്രയംബകേശ്വരിലേക്ക് യാത്ര തുടങ്ങി. നമ്മൾ ഇന്നലെ 6 മണിക്കാണ് എത്തിയത്. 25 മണിക്കൂറോ നീണ്ട യാത്രയ്ക്കൊടുവിൽ 6 മണിക്കാണ് എത്തിയത്. അതുകൊണ്ട് ഭയങ്കര ക്ഷീണേനെ, അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ റൂമിൽ നിന്ന് കുളിച്ച് റെഡിയായി. സമയത്ത് 6 മണി. ഇപ്പം ഞങ്ങൾ ഹരിഹർ ഫോർട്ടിലേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങി. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. Come on my boys, come on everybody. ത്രയംബകേശ്വറിൽ നിന്നും ഹരിഹർ ഫോർട്ടിൻ്റെ ബേസ് ക്യാമ്പായ ഹരേശ്വർ വാടിയിലേക്ക് ഏകദേശം 14 കിലോമീറ്റർ ദൂരമുണ്ട്. 30 മിനിറ്റുകൾ കൊണ്ട് ടാക്സിയിലോ ഓട്ടോയിലോ നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റും. ഹായ്, നമ്മളിപ്പോൾ ഹരിഹർ ഫോർട്ടിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ നടന്നു വേണം നമ്മൾ ഹരിഹർ ഫോർട്ടിൻ്റെ താഴേക്ക് എത്താൻ. നമ്മൾ സാധാരണ എല്ലാ വീഡിയോയിലും കണ്ടുണ്ടാവുക നല്ല പച്ചപ്പ് അങ്ങനത്തെ ആയിരിക്കും. ഇപ്പോൾ നമ്മളെ സീസൺ ടൈം അല്ല, ഇവിടുത്തെ സീസൺ ടൈം ശരിക്കും മഴക്കാലത്താണ്. നമ്മൾ ഇപ്പോൾ കട്ട വേനൽക്കാലത്താണ്. അതുകൊണ്ട് തന്നെ ഈ കുന്ന കണ്ടു, നല്ല ഗോൾഡൻ കളറ്, പുല്ലൊക്കെ നല്ല ഉണങ്ങി നല്ല ഗോൾഡൻ കളറായിട്ടിരിക്കുക. അപ്പോൾ വ്യത്യസ്തമായൊരു വീഡിയോ ആയിരിക്കും. സ്ഥിരം കാണാത്ത ഒരു കളർ കോമ്പിനേഷനിലാണ് ഹരിഹർ ഫോർട്ട്. അതാണ് ഹരിഹർ ഫോർട്ട്. ആ ചെരുവാണ് 80 ഡിഗ്രി ചെരുവ്. അതിലാണ് നമ്മൾ മുകളിലേക്ക് കയറേണ്ടത്. അപ്പോൾ അവിടെ പോയി നോക്കാം. സമുദ്രനിരപ്പിൽ നിന്നും 3676 അടി ഉയരത്തിലാണ് ഹരിഹർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഹരേശ്വർ വാടിയിൽ നിന്നും ഹരിഹർ ഫോർട്ടിലേക്കുള്ള ഈ 2 കിലോമീറ്റർ പാതയാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയത്.
എന്നാൽ ഹരിയർ ഫോർട്ട് കയറാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊന്നും ഫീലേ ചെയ്യില്ല. മല കാണുമ്പോൾ വിചാരിക്കും ഓടി ഓടി കയറി പോരാന്ന്. എല്ലാരും ഇവിടെ എങ്ങനെയുണ്ട് കയറ്റോ? ഗോകുല എങ്ങനെയുണ്ടാ? ക്ഷീണിച്ചോ? എങ്ങനെയുണ്ട്? ചെറുത് ഓഫ്. അപ്പൊ കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് കയറാം. Come on my boys, come fast. കേറ്. മറാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപനായ ഛത്രപതി ശിവജി മഹാറാണയുടെ പ്രധാന കോട്ടകളിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന ഒന്നാണ് ഹരിഹർ ഫോർട്ട്. ഹരിഹർ ഗട്ട് എന്നും ഇത് അറിയപ്പെടുന്നു. പതിമൂന്നാം നൂറ്റാണ്ടിൽ യാദവ വംശകാലത്താണ് ഹരിഹർ ഫോർട്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചതെന്ന് പറയപ്പെടുന്നു. ഉദയസൂര്യൻ്റെ കിരണങ്ങളേറ്റ് പുന്നിൽ കുളിച്ചു നിൽക്കുന്ന കുന്നുകൾ, ദുഗർവാടി വാട്ടർഫോൾസ്, ബാന്ദർ കുന്നുകൾ, നവരി കുന്നുകൾ തുടങ്ങിയവയൊക്കെയാണ് അവയെന്ന് സൂചനാ ബോർഡിൽ നമുക്ക് കാണാൻ കഴിയും. സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ വളരെ കുറവായിരുന്നു. വെള്ളവും ബിസ്ക്കറ്റും കിട്ടുന്ന കടകളൊന്നും തുറന്നിട്ടില്ല. സമയമാവുന്നതേ ഉള്ളൂ. നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. ആ ബാക്കിൽ കാണുന്നതാണ് നമ്മളെ 80 ഡിഗ്രി ഹരിഹർ ഫോർട്ട്. കൂടെ വന്നവരൊക്കെ ഇവിടെ മല കയറാൻ റെഡി ആയിട്ട് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാണ്. ഇവിടെ ഫുള്ള് കോരങ്ങന്മാരുണ്ട്. അപ്പോൾ നമ്മളെ ഗ്ലാസ്, ബാഗ്, സാധനങ്ങൾ ഒക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ബാഗൊക്കെ സേഫായിട്ട് ബനിയനുള്ളിലൊക്കെ ആക്കിയിട്ട് ബനിയനുള്ളിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിട്ടുണ്ട് പ്രത്യേകം കൊരങ്ങനെ സൂക്ഷിക്കണം. അപ്പൊ നമ്മള് പോവല്ലേ? റെഡി ടു ഗോ.